അപ്പോൾ ഇന്നത്തെ ഈ സെഷൻ ഇൻവെർട്ടിബിൾ ഫങ്ഷൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇൻവെർട്ടിബിൾ ഫങ്ഷൻ മനസ്സിലാകണമെങ്കിൽ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോ നോക്കുന്നത് നന്നായിരിക്കും. അതായത് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്, അതുമായി ബന്ധമുണ്ടതിന്. അപ്പോൾ അതൊന്നും കൂടെ നോക്കിയാൽ വളരെ നന്നായിരിക്കും, ഇത് മനസ്സിലാക്കാൻ വളരെ നന്നായിരിക്കും. പിന്നെ വേറൊരു കാര്യം, കഴിഞ്ഞ വർഷത്തെ ഒരു കാര്യം ഓർക്കണം. ആ ഓർക്കേണ്ട കാര്യം മാത്രം ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഐഡൻറ്റിറ്റി ഫങ്ഷൻ ഓർക്കണം. എന്താണ് ഐഡൻറ്റിറ്റി ഫങ്ഷൻ? ഐഡൻറ്റിറ്റി ഫങ്ഷൻ ശരിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇഫ് ഫങ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ, ആർ എന്നുള്ളതാണ് രേഖീയ സംഖ്യ അല്ലെങ്കിൽ റിയൽ നമ്പർ ആണ്, സെറ്റ് ഓഫ് റിയൽ നമ്പർ ആണ് ആർ. നമ്മൾ പഠിച്ച ഏതാണ്ട് എല്ലാ നമ്പേഴ്സും വരും, കോംപ്ലക്സ് നമ്പർ ഒഴികെ. അതാണ് റിയൽ നമ്പർ എന്ന് പറഞ്ഞത്. റിയൽ നമ്പറിന് റിയൽ നമ്പറിലേക്കുള്ള സെറ്റാണ് എഫ് എന്ന് പറഞ്ഞിട്ട്. ഇഫ് ആർ ഫ്രം ആർ ടു ആർ, ആറിൽ നിന്ന് ആറിലേക്കുള്ള ഒരു ഫങ്ഷനാണ് എഫ് എന്നിരിക്കട്ടെ. ദെൻ ദ ഫങ്ഷൻ ഗിവൺ ബൈ, ഏതാണ് പറയുന്ന ഫങ്ഷൻ? എന്താ? y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. വൈ ഈക്വൽ ടു എക്സ് എന്നും പറയാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ വൈ സമം എഫ് ഓഫ് എക്സ് ആണ്. എക്സിൻ്റെ ഇമേജാണ് വൈ, അതുകൊണ്ട് വൈ ഈക്വൽ ടു എഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, ഒരു എക്സ് എന്നൊന്ന് കൊടുത്തിട്ട് എക്സ് തന്നെ കിട്ടുക. എക്സ് ഒരു ഇൻപുട്ട് കൊടുത്തിട്ട് എക്സ് തന്നെ ഔട്ട്പുട്ടായിട്ട് വരിക. ഫംഗ്ഷൻ്റെ റിസൾട്ട് വരുന്നത് എക്സ്, കൊടുക്കുന്ന ഡൊമൈനിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂവും എക്സ്, കിട്ടുന്ന വാല്യൂവും എക്സ്. അതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. അതാണ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈസ് കാൾഡ് ദ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. ഇതിനാണ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. ഇഫ് ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ, then the function given by y equal to f of x equal to x, കൊടുക്കുന്ന ആ വാല്യൂ തന്നെ കിട്ടുക. എക്സ് ഡൊമൈനിന്ന് കൊടുത്താൽ എക്സ് തന്നെ കിട്ടുക. എഫ് ഓഫ് എക്സും എക്സ് ആവുക, എക്സ് എഫ് ഓഫ് എക്സ്, എക്സ് എക്സ് കിട്ടുക. എക്സ് കൊടുക്കുന്നു, എക്സ് കോർഡിനേറ്റ് എക്സ് കൊടുക്കുന്നു. ആദ്യ അംഗം ഓർഡേഡ് പെയർ പറഞ്ഞാൽ ആദ്യത്തെ അംഗം എക്സ് ആണെന്ന്, രണ്ടാമത്തെ അംഗം എക്സ്. ആദ്യത്തെ അംഗം ഒന്നാണെന്ന്, രണ്ടാമത്തെ അംഗം ഒന്ന്. ഓരോ ഓർഡർ. ആദ്യത്തെ അംഗം രണ്ടാണെന്ന് വെച്ചാൽ ആ ഓർഡർ പെയറിൽ രണ്ടാമത്തെ അംഗവും രണ്ട്. ആദ്യത്തെ അംഗം മൂന്നാണെന്ന് വെച്ചാൽ അതേ അംഗം തന്നെ റിപ്പീറ്റ് ചെയ്യാം. അതേപോലെ ഒരു ഫംഗ്ഷൻ കിട്ടുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയും. ഒരേപോലെ ഐഡൻറ്റിറ്റി, അതേ അംഗം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയും. അതൊന്ന് ഓർക്കണം. ഇനി അത് മറക്കാം നമുക്ക്. ഞാൻ വിഷയം അപ്പം ഒന്ന് ഓർക്കാം. അപ്പോൾ അതൊന്ന് ഓർക്കണം. പിന്നെ കോമ്പോസിഷൻ ഫംഗ്ഷൻ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഇതിന് തൊട്ടുമുമ്പത്തെ വീഡിയോ ആണ്, അതിൻ്റെ നമ്പർ എനിക്ക് ഓർമ്മയില്ല, 13 തോന്നുന്നു. അപ്പോൾ ആ വീഡിയോ ഒന്ന് നോക്കുന്നത് വളരെ നന്നായിരിക്കും. അതിൽ ഈ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ പറയുന്നുണ്ട്. കോമ്പോസിഷൻ്റെ ഫംഗ്ഷൻ്റെ ഒരു തുടർച്ചയാണ് ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ പറയുക. എന്താണ് ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ? ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത്? ഇത് നമ്മളെ മനസ്സിലുണ്ട്. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. എന്താണ് ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ? നമുക്കൊരു ഫംഗ്ഷൻ എടുക്കാം. ഒന്നാമത്തെ ചിത്രം പരിഗണിക്കാം. നമ്പർ കൊടുത്തിട്ടുണ്ട് 1. ഒന്നാമത്തെ ചിത്രം പരിഗണിക്കുക. എഫ് എന്നൊരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. എഫ് ഫംഗ്ഷൻ എ എന്നുള്ള സെറ്റിൽ നിന്ന് ബി എന്നുള്ള സെറ്റിലേക്കുള്ള ഫംഗ്ഷനാണ്. ഇറ്റ്സ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി. ഇതാണ് ഫംഗ്ഷൻ. അത് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ആ എ എന്നുള്ള അംഗത്തിൽ, എ എന്നുള്ള സെറ്റിൽ 1, 2, 3 അംഗങ്ങളുണ്ട്. ബി എന്നുള്ള സെറ്റിൽ എ ബി സി എന്നുള്ള 3 അംഗങ്ങളുണ്ട്. 1-നെ എ ആയിട്ട് കണക്ട് ചെയ്തു, 2-നെ ബി ആയിട്ട് കണക്ട് ചെയ്തു, 3-നെ സി ആയിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഏതൊക്കെ ഓർഡർ പേഴ്സ് വരുന്നില്ല? സെറ്റ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈക്വൽ ടു എഫ് ഈക്വൽ ടു സെറ്റ് ഓഫ് 1A 1, ഓർഡർ പെയർ 1, A 2, B 3, C. 3 അംഗങ്ങൾ വരുന്ന 3 ഓർഡർ പേഴ്സ് എലമെൻ്റ് ആയിട്ട് വരുന്ന ഒരു സെറ്റായിരിക്കും ഫംഗ്ഷൻ. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതേ ഫംഗ്ഷൻ ഇങ്ങോട്ട് തിരിച്ചിട്ടൂടെ? ബിയിൽ നിന്ന് എയിലേക്ക് കൊടുത്തൂടെ? എടുക്കാലോ.
ഇത് ഒരേ അംഗങ്ങളല്ലേ, 3 അംഗമുണ്ട് ഇവിടെ, ഇവിടെ 3 അംഗം. അപ്പോൾ ഇതേ അംഗങ്ങൾ തിരിച്ചിട്ടാൽ എന്തായിരിക്കും നോക്കുക. ഇവിടെ അതാ തിരിച്ചിട്ടുണ്ട്. അതായത് എയിൽ നിന്ന് 1, ബിയിൽ നിന്ന് 2, സിയിൽ നിന്ന് 3 അങ്ങനെ തിരിച്ചിടാലോ. ഇത് 1 1 and 1 2 ഫംഗ്ഷനാണ്. അതായത് ഒരംഗത്തിന് പോലും ഒന്നിൽ കൂടുതൽ ഇമേജസ് ഇല്ല. ഒരംഗത്തിന് പോലും ഒന്നിൽ കൂടുതൽ ഇമേജ്, അത് ഫംഗ്ഷൻ്റെ പ്രത്യേകത. 2 അംഗത്തിന് ഒരേ ഇമേജ് റിപ്പീറ്റ് ചെയ്യുന്നില്ല, വലത്തേ വശത്തും ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. എല്ലാത്തിനും ഒന്നൊന്ന് കണക്ട്, എല്ലാത്തിനും എന്തുണ്ട്, ഇമേജസ് ഉണ്ട്. ഇവിടെ എല്ലാത്തിനും ഇമേജസ് ഉണ്ട്. ഒരംഗത്തിന് ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ. ഇമേജിന് ഇപ്പുറത്തേക്ക് നോക്കിയാൽ പ്രീ ഇമേജ് ഒന്നേ ഉള്ളൂ. അപ്പോൾ ഓരോന്നിനും ഓരോന്നുണ്ട്. 1 1 ഉം 1 2 ആണ് ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത. അതാണ് ഈ 1 1 ഉം 1 2 ആയിട്ടുള്ള ഫംഗ്ഷന് ഇൻവെർട്ടിബിൾ ആവും. ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ എപ്പോഴും 1 1 ഉം 1 2 ആയിരിക്കും. ഇത് 1 1 ആണ്, 1 2 ആണ്. ഇത് 1 1 ആവാൻ കാരണം ഇവിടേക്ക് 2 ആരോ വരുന്നില്ല. ഇവിടേക്ക് ഇവിടുന്ന് ഒരു ആരോ കൂടി വന്നാൽ അത് 1 1 ആവില്ല. ഇതിൽ ഒരംഗത്തിന് ഇതിവിടെ വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും 1 2 ആവില്ല. അപ്പോൾ ഇത് 1 1 ഉം 1 2 ആണ്. അതായത് ആരോസ് വരുന്നുണ്ട്, ഓരോ അംഗത്തിനും ഓരോ അംഗം വരുന്നുണ്ട്. അപ്പോൾ 1 1 ഉം 1 2 ആണ് ഈ ഫംഗ്ഷൻ കേട്ടോ. ഇനി രണ്ടാമത്തെ ഫിഗർ ശ്രദ്ധിക്കുക. ബി ആദ്യം, എ രണ്ടാമത്. ബി എന്നുള്ള സെറ്റ് ആദ്യം, എ എന്നുള്ള സെറ്റ് രണ്ടാമത്. ഇതിന്റെ നേരെ തിരിച്ചെഴുതിയതാണ്. ഇതിങ്ങനെ തിരിച്ചിട്ട് അതിന് പേരിട്ടു, ഡിയിൽ നിന്ന് എയിലേക്ക് എഫ്. ഇഫ് ഇതിന് എഫ് ഇൻവേഴ്സ് എന്ന് വായിക്കും. എഫ് റേസ് ടു -1 അല്ല, എഫ് ഇൻവേഴ്സ് ആണ്. മനസ്സിലാക്കുക, എഫ് റേസ് ടു -1 അല്ല, എഫ് ഇൻവേഴ്സ് എന്നാണ് ഈ വായിക്കുക. ഇതിന് അർത്ഥം വേറെ. അതായത് ഈ ഫംഗ്ഷന്റെ നേരെ തിരിച്ചിട്ടതെന്ന് അർത്ഥം. അപ്പൊ എന്തൊക്കെ തിരിച്ചു? ബി ആദ്യം എഴുതി, എന്നിട്ട് എ എഴുതി, എന്നിട്ട് എയിൽ നിന്ന് ബി കിട്ടും. എ 1, ബി 2, സി 3. ഇതിനെയാണ് എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ആണ് ഇത് എന്ന് പറയും. അത് ഈ എഫ് ഇൻവേഴ്സ് എന്താണ്? ഏത് സെറ്റിലേക്കായിരിക്കും? ഇത് എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ, എഫ് എന്നുള്ളത് എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ എഫ് ഇൻവേഴ്സ് എപ്പോഴും ബിയിൽ നിന്ന് എയിലേക്കായിരിക്കും. 1 1 ഉം 1 2 ആയതുകൊണ്ട് എല്ലാ അംഗത്തിനും ഇമേജ് ഉണ്ടാവും, എല്ലാ എലമെന്റിനും ഇമേജ് ഉണ്ടാവും. ഡൊമൈനിലുള്ള ഓരോ എലമെന്റിനും കോഡൊമൈനിൽ ഇമേജ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ അതാണ് ഒരു പ്രത്യേകത. അപ്പോൾ അതാണ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞത് അർത്ഥം. അതായത് ഒരു ഫംഗ്ഷൻ ഇത് തിരിച്ചിട്ടതെന്ന് അർത്ഥം. അപ്പോൾ ഇതാണ് എഫ് ഇൻവേഴ്സ് ഫ്രം എ ടു ഫ്രം ബി ടു എ. ഇതാണ്. പക്ഷേ ഈ ആശയം ഡിഫൈൻ ചെയ്യുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? ഇത് കാണിച്ചു തരാൻ മതി, ഈ 2 ചിത്രങ്ങൾ വാങ്ങിച്ച് കാണിച്ചു തരാൻ എന്താ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇതിന് ഡിഫൈൻ ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ട്. ഡിഫൈൻ ചെയ്യുമ്പോഴാണ് എന്ത് പറയുന്നത്, കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഡിഫൈൻ ചെയ്യാൻ. എന്ത് ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനിപ്പോൾ പറഞ്ഞത് ഈ ഫംഗ്ഷന് ഇങ്ങനൊരു ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ ഇങ്ങനൊരു ഫംഗ്ഷൻ, എഫിന് എഫ് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ, എഫിനൊരു എഫ് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ എഫിനെ ഇൻവെർട്ടിബിൾ എന്ന് പറയും. ഒന്നുകൂടെ പറയാം. എഫിന് ഒരു എഫ് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ, എഫ് എന്ന ഫംഗ്ഷന് ഒരു എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എഫിനെ ഇൻവെർട്ടിബിൾ എന്ന് വിളിക്കാം. ഈ ഫംഗ്ഷനെ ഇൻവേഴ്സ് എന്നും പറയും, എഫ് ഇൻവേഴ്സ് എന്ന് പറയും. ഒന്നുകൂടെ പറയാം. എഫ് എന്ന ഫംഗ്ഷന് എഫ് ഇൻവേഴ്സ് എന്നുള്ളൊരു ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ ഈ എഫ് എന്നുള്ള ഫംഗ്ഷന് ഈ എഫ് എന്ന ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണെന്ന് പറയും. ഈ ഫംഗ്ഷനെ ഇൻവേഴ്സ് ഓഫ് എഫ് എന്നും പറയും. ഇത്രേ വ്യത്യാസമുള്ളൂ. ഇൻവെർട്ടിബിളും ഇൻവേഴ്സും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തത്, അതായത് കോമ്പോസിഷൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ 3 സെറ്റ് വന്നിരിക്കുന്നു. ഇതേ സെറ്റ് തന്നെ. എ ഇവിടെ ഉണ്ട്, പിന്നെ ബി ഉണ്ട്, പിന്നെ എ തന്നെ റിപ്പീറ്റ് ചെയ്തു. എ ബി എ. നമ്മൾ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷനിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ എക്സ് വൈ ഇസഡ് 3 സെറ്റുകൾ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമാവും. എക്സ് വൈ ഇസഡ് ഫംഗ്ഷൻ പേരൊക്കെ ഒന്നാ. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ പറയാം എഫ് ആണ്. എക്സിൽ നിന്ന് വൈയിലേക്ക് കോമ്പോസിഷനിൽ പറഞ്ഞത് എഫ് ആണ്. വൈയിൽ നിന്ന് ഇസഡിലേക്ക് പറഞ്ഞത് ജി ആണ്. ഇവിടെ ബിയിൽ നിന്ന് എയിലേക്ക് ജി ആണ്.
കോമ്പോസിഷനും ഇതിനും തമ്മിൽ പ്രധാന വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, കോമ്പോസിഷൻ ഇവിടെ എക്സ് ആണ്, ഇവിടെ വൈ ആണ്, ഇവിടെ ഇസെറ്റ് ആണ്. ഇൻവെർട്ടിബിളിൻ്റെ ഇത് എഴുതുമ്പോൾ എന്താ വരിക വെച്ചാൽ ഇവിടെ എ ആണ്, ഇവിടെ ബി ആണ്, ഇവിടെ എ എന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. ഒന്നുകൂടെ പറയാം. കോമ്പോസിഷൻ എഴുതിയപ്പോൾ ഇവിടെ എക്സ്, ഇവിടെ വൈ, ഇവിടെ ഇസെറ്റ് ആണ്. ഇത് രണ്ടുമല്ലാതെ മൂന്നാമതൊരു ഫംഗ്ഷൻ വന്നു. പക്ഷേ ഇൻവെർട്ടിബിൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എഴുതുമ്പോൾ ഇവിടെ എ എഴുതി, ഇവിടെ ബി എഴുതി, ഇവിടെ എ എന്ന് റിപ്പീറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ വരച്ചു. ഇത് തന്നെയാണ് ചെയ്തു. 1a 2b 3c, 1a 2b 3c. എന്നിട്ട് ഈ എഫ് ഓഫ് എക്സിൽ നിന്ന് അപ്പോൾ എഫ് ഓഫ് വൺ എന്ത് വരും? എഫ് ഓഫ് വൺ എന്ത് വരും? എഫ് ഓഫ് വൺ ഈക്വൽ ടു എന്ത് വരും? എഫ് ഓഫ് വൺ ഈക്വൽ ടു എ. എഫ് ഓഫ് വൺ ഈക്വൽ ടു എ. എഫ് ഓഫ് ടു എന്ത് വരും? ബി. എഫ് ഓഫ് ടു ഈക്വൽ ടു ബി. എഫ് ആണ് ഫംഗ്ഷൻ കേട്ടോ. എഫ് ഓഫ് ത്രീ ഈക്വൽ ടു അല്ല എഫ് ഓഫ് സി. എഫ് ഓഫ് ത്രീ ഈക്വൽ ടു സി. എഫ് ഓഫ് ത്രീ ഈക്വൽ ടു സി. എന്നിട്ട് ഇവിടെ വീണ്ടും മാപ്പ് ചെയ്തു. അതായത് എഫ് ഓഫ് വണ്ണിനെ, അതായത് എ ഒന്നില്ലെങ്കിൽ എനെ മാപ്പ് ചെയ്തു എന്ന് പറയാം, അല്ലെങ്കിൽ എഫ് ഓഫ് വണ്ണിനെ മാപ്പ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഈ മാപ്പിംഗ് ആണ്, ഈ ആരോ മാർക്കിന് തന്നെ മാപ്പിംഗ് എന്ന് പറയും. ഫംഗ്ഷന് കാണിക്കുന്ന വേറൊരു പേരാണ് മാപ്പ് എന്ന്. ഫംഗ്ഷന് പറയുന്ന വേറൊരു പേരാണ് മാപ്പ് അല്ലെങ്കിൽ മാപ്പിംഗ് എന്നൊക്കെ പറയും. അപ്പോൾ എയിൽ നിന്ന് ഇനി എന്താ, ഇനി ബിയിൽ നിന്ന് എയിലേക്കുള്ള ഫംഗ്ഷൻ എക്ക് 1. അപ്പോൾ എഫ് ഓഫ് എ എന്ത് വരും? അല്ല, ഈ ഫംഗ്ഷൻ എന്താ? ജി ആണ്. അപ്പോൾ അടുത്ത ഫംഗ്ഷൻ ജി ഓഫ് എ. ജി ഓഫ് എ എന്ത് വരും? 1. ജി ഓഫ് എ ഈക്വൽ ടു 1. ജി ഓഫ് ബി, ഇതാണ് ജി ആണ് ഫംഗ്ഷൻ. അപ്പൊ ജി ഓഫ് ബി ഈക്വൽ ടു 2. ജി ഓഫ് സി ഈക്വൽ ടു 3. അങ്ങനെ വന്നു എന്ന് വിചാരിക്കാം. ഇങ്ങനെ രണ്ട് ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ, അതായത് എഫും ജി, ഇങ്ങനത്തെ രണ്ട് ഫംഗ്ഷൻ എഴുതിക്കാം. ഒന്ന് അങ്ങടാണ്, മറ്റേതിന് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഇത് എഫ് ഇൻവേഴ്സ് നമ്മൾ പറഞ്ഞു. ഇവിടെ എഫ് ഇൻവേഴ്സിന്റെ സ്ഥാനത്ത് ജി ആണുള്ളത്. അപ്പം ഇങ്ങനെ രണ്ട് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എഫിനെ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് പറയാം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞ ഒരു പുതിയ സെറ്റ് വരും. ഇപ്പോൾ 3 സെറ്റുകൾ ഇവിടെ ഉണ്ട്. അത് ആദ്യത്തെ സെറ്റും അവസാനത്തെ സെറ്റും റിപ്പീറ്റേഷനാണ്. ഏതെന്ന് റിപ്പീറ്റ് ചെയ്യണം. ഏതായാലും 3 സെറ്റ് ഉണ്ട്. 2 സെറ്റേ ഉള്ളൂ സത്യത്തിൽ. പക്ഷെ 3 സെറ്റ് പരിഗണിച്ചോളൂ മനസ്സിലാക്കാൻ വേണ്ടി. ഇതുമുണ്ട്, ഇതുമുണ്ട്, ഇതുമുണ്ട്. അപ്പോൾ 3 സെറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ 2 ഫങ്ഷൻസാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. 2 ഫംഗ്ഷൻ്റെ കോമ്പോസിഷനാണ്. ആദ്യത്തെ ഫംഗ്ഷൻ, രണ്ടാമത്തെ ഫംഗ്ഷൻ. ഇതിൻ്റെ കോമ്പോസിഷൻ ജി, എഫിൻ്റെയും ജിയുടെയും കോമ്പോസിഷനാണ് എന്ത് പറയുക? ജി ഓഫ് എഫ് എന്ന് പറയാം. ഒന്നുകൂടെ പറയാം. ജി ഡി എഫിൻ്റെയും കോമ്പിനേഷൻ അല്ല, ജിയുടെയും എഫിൻ്റെയും കോമ്പിനേഷൻ അല്ല ജി ഓഫ് എഫ്. എഫിൻ്റെയും ജിയുടെയും കോമ്പിനേഷനെയാണ് ജി ഓഫ് എഫ് എന്ന് പറയാം. ഓർക്കണം, എഫിൻ്റെയും ജിയുടെയും കോമ്പോസിഷനെയാണ് എന്ത് പറയുക? ജി ഓഫ് എഫ് എന്ന് പറയാം. അപ്പോൾ ജി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഫംഗ്ഷൻ കിട്ടും. ഇത് അപ്രസക്തമാവും, എ ബി സി അപ്രസക്തമാവും. ആയിക്കഴിഞ്ഞാൽ എന്ത് വെച്ചാൽ ജി ഓഫ് എഫ് അപ്പോൾ എയിൽ നിന്ന് എയിലേക്ക് വരും. കണ്ടോ, ഇവിടെ നിന്ന് ഇവിടേക്ക്, ഇവിടെ നിന്ന് ഇവിടേക്ക് ഒരു ആരോ മാർക്ക് കിട്ടും. ഇതാണ് ഈ സെറ്റിൽ നിന്ന് ഈ സെറ്റിലേക്ക് ഒരു പുതിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. ഈ 2 ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിൽ, എഫിൻ്റെയും ജിയുടെ അടിസ്ഥാനത്തിൽ അത് ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. അതായത് സെറ്റ് എയിൽ നിന്ന് സെറ്റ് എയിലേക്ക് തന്നെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. ആ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? ജി ഓഫ് എഫ് പറയും. നമ്മൾ കോമ്പോസിഷൻ ഒന്നുകൂടെ നോക്കിയാൽ മനസ്സിലാവും. ഇതിനാണ് ജി ഓഫ് എഫ് എന്ന് പറയുന്നത്. എഫിൻ്റെയും ജിയുടെയും കോമ്പിനേഷനാണ്. അപ്പോൾ അതിൽ അംഗങ്ങൾ എന്ത് വരും? അത് ജി ഓഫിൻ്റെ പ്രത്യേകത എന്താ? ജി ഓഫ് എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, എഫ് എന്നുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഉദാഹരണത്തിന് ജി കോമ്പിനേഷൻ എഫ് എന്ന് പറയാം. ഈ ഫംഗ്ഷന് ജി കോമ്പിനേഷൻ എഫ് എന്നുള്ള ഫംഗ്ഷൻ ഏത് സെറ്റിൽ നിന്ന് ഏത് സെറ്റിലേക്കായിരിക്കും? ഇവിടെ നിന്ന് ഇവിടേക്കാണല്ലോ. അപ്പോൾ എയിൽ നിന്ന് എയിലേക്ക് തന്നെ ആയിരിക്കും. മനസ്സിലായി? അതിൽ അംഗങ്ങൾ എന്തൊക്കെ ഉണ്ടായിരിക്കും നോക്കാം. നമുക്ക് ഈ ഫംഗ്ഷനിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ടാവും നോക്കാം. 1 ഉണ്ടാവും. ആദ്യത്തെ എലമെൻറ്റ് കിട്ടി 1 1.
രണ്ടാമത്തെ എലമെന്റ് 2 ഉണ്ടാവും 2 2. മൂന്നാമത്തത് 3 എലമെന്റ് 1 1 2 2 3 3. ഇങ്ങനത്തെ എക്സ് ഇവിടെ കൊടുത്താൽ ഇത് എഫ് ഓഫ് എക്സ്, എക്സ് കൊടുത്താൽ വൈ, എക്സ് കൊടുത്താൽ എഫ് ഓഫ് എക്സ്, എക്സ് കൊടുത്താൽ വൈ. എഫ് വൈക്ക് പകരം എഫ് ഓഫ് എക്സ് എന്ന് പറയാം. അത് രണ്ടു തവണ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ എക്സ് ആണെച്ചാൽ ഇവിടെ എഫ് ഓഫ് എക്സ്, ഇവിടെ എക്സ് ആണെച്ചാൽ ഇവിടെ എഫ് ഓഫ് എക്സ്, ഇവിടെ എക്സ് ആണെച്ചാൽ ഇവിടെ എഫ് ഓഫ് എക്സ്. എക്സും എഫ് ഓഫ് എക്സും ഈക്വലാണ്. എഫും എഫ് ഓഫ് എക്സും ഈക്വൽ ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, മനസ്സിലായി? അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എക്സ്, മനസ്സിലായി? എല്ലാം ഈക്വൽ ആണെങ്കിൽ ഇതിനെയാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുക. ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ല, ഐഡൻറ്റിറ്റി ഫങ്ഷൻ എന്ന് പറയാം. ഐഡൻറ്റിറ്റി ഫങ്ഷൻ എന്ന് പറയാം. ഐ എന്ന് പറയും. ഐ എന്നാണ് ഐഡൻറ്റിറ്റി ഫങ്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ചുരുക്കുന്നത്. ഇനി ഐഡൻറ്റിറ്റി ഫങ്ഷൻ ജി ഓഫ് എഫ് ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി ഫങ്ഷൻ ഏത് സെറ്റിൽ നിന്ന് ഏത് സെറ്റിലേക്കാണ്? എയിൽ നിന്ന് എയിലേക്കാണ്. അതുകൊണ്ട് ഐഡൻറ്റിറ്റി ഫങ്ഷൻ ഓൺ എ, ഓൺ ദ സെറ്റ് എ എന്ന് പറയും. അപ്പോൾ ഐഡൻറ്റിറ്റി ഫങ്ഷൻ ഓൺ ദ സെറ്റ് എ, കാരണം എയിൽ നിന്ന് എയിലേക്കാണ്. കാര്യം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി ഇത് ഒന്നാമത്തെ. ഇനി അടുത്ത ഫിഗർ നോക്കൂ, നാലാമത്തെ ഫിഗർ. ഇവിടെ ഇതേ സെറ്റ് തന്നെ, പക്ഷെ ആദ്യം ബി കൊടുത്തു, ആദ്യം ജി എന്നുള്ള ഫംഗ്ഷൻ കൊടുത്തു എന്നർത്ഥം. ജി കൊടുത്തു, ജി എന്നുള്ള ഫംഗ്ഷൻ ബിയിൽ നിന്ന് എയിലേക്ക്, എ ബി സിന്റെ 1 2 3, പിന്നെ എയിൽ നിന്ന് ബിയിലേക്ക്, മനസ്സിലായി? അപ്പൊ അങ്ങനെ കൊടുത്താൽ അപ്പൊ കിട്ടുന്ന ഫംഗ്ഷൻ എന്ത് പറയും? ഇതിന്റെ കോമ്പോസിഷൻ എന്ത് പറയും? ജിയുടെയും എഫിന്റെയും കോമ്പോസിഷൻ, കോമ്പോസിഷൻ ഓഫ് ജി ആൻഡ് എഫ്, അതിന് പറയുന്നത് എഫ് ഓഫ് ജി. കോമ്പോസിഷൻ ഓഫ് ജി ആൻഡ് എഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് ജി എന്ന് പറയും. ഇവിടെ കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജിക്ക് പറയുന്നത് ജി ഓഫ് എഫ് ആണ്. കോമ്പോസിഷൻ ഓഫ് ജി ആൻഡ് എഫിന് പറയുന്നത് എഫ് ഓഫ് ജി ആണ്. ആ ടേമിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. കോമ്പോസിഷൻ ഓഫ് ജി ആൻഡ് എഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് ജി. അത് ഇവിടെ നിന്ന് ഇവിടേക്കുള്ള സെറ്റായിരിക്കും, ഇവിടെ നിന്ന് ഇവിടേക്കുള്ള സെറ്റായിരിക്കും. അതിലേതൊക്കെ അംഗങ്ങൾ വരും? എഫ് ഓഫ് ജി എന്ന ഏത് സെറ്റിനെ അനുസരിപ്പിക്കായിരിക്കും? എഫ് ഓഫ് ജി ഫ്രം ബി ടു ബി ആയിരിക്കും, ബിയിൽ നിന്ന് ബിയിലേക്കായിരിക്കും. അതും ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. കാരണം എന്താ ചെയ്താൽ ആദ്യത്തെ അംഗം എ ആണെങ്കിൽ അവസാനത്തെ അംഗം എ എ എ എ, ബി 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 ബി, സി സി, ആ എലമെന്റ് ഉണ്ട്. അതും ഐഡന്റിറ്റി, ഒരേ എലമെന്റിനെ റിപ്പീറ്റ് ചെയ്യാണല്ലോ, അതും ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. ആ ഐഡന്റിറ്റി ഫംഗ്ഷന് പക്ഷെ ഐ തന്നെ വിളിക്കാം, ഐ എന്നാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. പക്ഷെ ഏത് സെറ്റിലാണ്? ബിയിൽ നിന്ന് ബിയിലേക്കല്ലേ? അപ്പൊ ബി എന്നുള്ള സെറ്റിലാണ് അത് പറയുന്നത്. അപ്പോൾ ഇത് ഐഡന്റിറ്റി ഫംഗ്ഷൻ പറയും. ഐഡന്റിറ്റി ഫംഗ്ഷൻ ഓൺ ദ സെറ്റ് ബി എന്ന് പറയും. ഐഡന്റിറ്റി ഫംഗ്ഷൻ ഓൺ ദ സെറ്റ് ബി. ഇത് മനസ്സിലാക്കി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്തിനെ വിലയിരുത്തുന്നത്? ഇൻവേർട്ടിബിൾ ഫംഗ്ഷനുള്ള ഡെഫിനിഷൻ ആണ്. ഇപ്പൊ നമ്മുടെ ഏറെക്കുറെ ഈ ആശയം പറഞ്ഞു, ഞാൻ ഡെഫിനിഷൻ വേണം. അപ്പൊ ഡെഫിനിഷൻ ചെയ്യുന്നതിന് ഞാൻ എന്ത് വെച്ചാൽ ഈ ഭാഗം മാറ്റം, ഇവിടെ പറഞ്ഞ പ്രധാന കാര്യങ്ങളൊക്കെ മാറ്റി, ഈ ഹെഡിങ് ആണ് ഇത്രയും ഭാഗങ്ങൾ മാറ്റി, ഈ കാര്യങ്ങൾ ഇനി ആവശ്യമില്ല. ഇതവിടെ നിർത്തും. ഈ ഭാഗം ഇതുകൂടെ എഴുതാൻ വേണമെങ്കിൽ ജി ഓഫ് എ, ജി ഓഫ് എ, ജി ഫംഗ്ഷൻ ജി ഓഫ് എ എന്ന് പറഞ്ഞ ഒന്നായിരിക്കും. ജി ഓഫ് എ ഈക്വൽ ടു 1, ജി ഓഫ് എ ഈക്വൽ ടു 1. അതേപോലെ ജി ഓഫ് ബി ഈക്വൽ ടു 2, ജി ഓഫ് ബി ഈക്വൽ ടു 2, ജി ഓഫ് സി ഈക്വൽ ടു 3. ഇനി അടുത്തത് എഫ് ഓഫ് 1 ഈക്വൽ ടു എ, f of 2 equal to b, f of 3 equal to c. അങ്ങനെ വരിക. അപ്പോ എന്ത് വരും? ഇവിടെ ഇങ്ങേ അറ്റത്ത് എ വരും, എ വരും. അപ്പൊ എ ജി ഓഫ് എ, അപ്പൊ ഈ എഫ് കോമ്പോസിഷൻ ജി വരുമ്പോൾ ബിയിൽ നിന്ന് ബിയിലേക്ക് വരും. അപ്പൊ എഫ് കോമ്പോസിഷൻ ഈ സെറ്റിൽ നിന്ന് ഈ സെറ്റിലേക്ക് ആയിരിക്കും. അപ്പൊ എക്ക് എ വരും, ബിക്ക് ബി കിട്ടും, സിക്ക് ഇമേജായി സി കിട്ടും.
അപ്പോൾ ഐ പി വരും. അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇതാണ്. ഇനി ഇതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്താ? ഡെഫിനിഷൻ നോക്കൂ. ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്. ആ ഫിഗറൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. മുമ്പത്തെ ആ ഫിഗർ ഇവിടെ ഉണ്ട്. ബാക്കിയുള്ളത് മാറ്റമാണ്. ഈ ഫിഗേഴ്സ് ഇവിടെ ഉണ്ട്. മനസ്സിലാക്കാൻ വേണ്ടി ഡെഫിനിഷൻ അതൊന്ന് നോക്കി കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അത് റീറ്റെയിൻ ചെയ്തത്. അപ്പോൾ ഡെഫിനിഷൻ: എ ഫംഗ്ഷൻ എഫ് from A to B is defined to be invertible. A function f from A to B. A എന്ന സെറ്റിൽ നിന്ന് B എന്ന സെറ്റിലേക്കുള്ള f എന്ന ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ടു ബി ഇൻവേർട്ടിബിൾ. അത് ഇൻവേർട്ടിബിൾ ആണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. എങ്ങനെയാണെങ്കിൽ ഇഫ് there exists, നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഇഫ് there exists, നിലനിൽക്കുന്നുണ്ട്. എന്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ? എ ഫംഗ്ഷൻ. ഇഫ് ദർ എക്സിസ്റ്റ് എ ഫംഗ്ഷൻ, ഒരു വേറൊരു ഫംഗ്ഷൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താ? ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ജിയുടെ പ്രത്യേകത എന്താ? ബിയിൽ നിന്ന് എയിലേക്ക്. ഇത് എയിൽ നിന്ന് ബിയിലേക്ക് വെച്ചാൽ ബിയിൽ നിന്ന് എയിലേക്ക്, ബിയിൽ നിന്ന് എയിലേക്ക്, അത് ബിയിൽ നിന്ന് എയിലേക്ക്. അത് ജി ഫ്രം ബി ടു എ. അങ്ങനെ ഒരു ഫംഗ്ഷൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ സച്ച് ദാറ്റ്, ഏത് രീതിയിൽ? സച്ച് രീതി, ഇനി പറയുന്ന രീതിയിൽ നടക്കും. സച്ച് ദാറ്റ് ജി കോമ്പോസിഷൻ എഫ് ഈക്വൽ ടു ഐ എ. ദ ജി കോമ്പോസിഷൻ എഫ് ഈക്വൽ ടു ഐ എ. ദ എ ബി എ, എഫ് എന്നുള്ള ഫംഗ്ഷൻ, ജി എന്നുള്ള ഫംഗ്ഷൻ. എഫ് എയിൽ നിന്ന് ബിയിലേക്ക്, എയിൽ നിന്ന് ബിയിലേക്ക്. ജി എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്ന് എയിലേക്ക്, ജി ബിയിൽ നിന്ന് എയിലേക്ക്, എല്ലാം ഉണ്ട്. അപ്പോൾ എന്ത് വേണം? സച്ച് ദാറ്റ്, ഏത് രീതിയിൽ വേണം? ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഐ എ ആയിരിക്കണം. ജി കോമ്പോസിഷൻ എഫ് ഈക്വൽ ടു ഐ എ. വാട്ട് ഈസ് ഐ എ? അപ്പോൾ കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി ആണ്. കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജിക്കാണ് ജി കോമ്പോസിഷൻ എഫ് പറയാൻ ശ്രദ്ധിക്കണം. പദം ഓരോ ഇത് മാറുന്നുണ്ട്. കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജിക്കാണ് പറയുക, ജി കോമ്പോസിഷൻ എഫ് പറയുക. മനസ്സിലായോ? അതെന്തായിരിക്കണം? ഐ എ ഈക്വൽ ടു ഐ എ. ഐ എ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഐഡന്റിറ്റി ഫംഗ്ഷൻ ഓൺ എ. ഈ എയിൽ നിന്ന് എയിലേക്ക്, എയിൽ നിന്ന് എയിലേക്ക്, ഇത്രയേ ഉള്ളൂ. ജി ഓഫ് എഫ്, G composition F equal to IA, identity function on A, on set A, and FOG. G യിൽ നിന്ന് എഫിലേക്കുള്ള ഫംഗ്ഷനാ പറയാ FOG. FOG എന്ന് പറയാം. FOG. G യിൽ നിന്ന് എഫിലേക്കുള്ള ഫംഗ്ഷനാണ് FOG. അതും ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയിരിക്കണം. IP. FOG equal to F composition G equal to IP. അതാണ് ഇൻവെർട്ടിബിൾ ആകാനുള്ള നിയമം. ഒന്നും കൂടെ വായിക്കാം. അടുത്ത സെക്ഷൻ ഇൻവേഴ്സിൻ്റെ കാര്യമാണ്. ഇൻവെർട്ടിബിൾ ആവാനുള്ള നിയമം ഒന്നും കൂടെ വായിക്കാം. ഒരു ഫംഗ്ഷൻ, എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി. എഫ് എന്നുള്ള ഫംഗ്ഷൻ എ ടു ബിയിലുള്ള ഒരു ഫംഗ്ഷൻ, ആ എഫ് എന്നുള്ള ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആണെന്ന് പറയണമെങ്കിൽ ദർ എക്സിസ്റ്റ്, എന്തെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കണം, ഒന്ന് നിലനിൽക്കണം. ഏത് നിലനിൽക്കണം? ജി എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം. ആ ജി എന്നുള്ള ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്തായിരിക്കണം? ഈ എഫ് ഓഫ് ജി, എഫ് കോമ്പോസിഷൻ ജി, അല്ലെങ്കിൽ എഫ് കോമ്പോസിഷൻ ജി, അതിനാണ് ജി ഓഫ് എഫ് എന്ന് പറയുക. എഫ് കോമ്പോസിഷൻ ജി എന്ന് പറഞ്ഞാൽ, അതായത് ജി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ഐ എ ആയിരിക്കണം. അതേപോലെ തന്നെ ജി കോമ്പോസിഷൻ എഫ്, ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ആണ്. ജി കോമ്പോസിഷൻ എഫ് ആണ് എഫ് ഓഫ് ജി. ജി കോമ്പോസിഷൻ എഫ് ഈക്വൽ ടു എഫ് ഓഫ് ജി. ജി കോമ്പോസിഷൻ എഫ് ഈക്വൽ ടു എഫ് ഓഫ് ജി. അതെന്തായിരിക്കണം? ഐ പി ആയിരിക്കണം. ഐ പി. അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് ഇൻവേർട്ടിബിൾ. ഈ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണെന്ന് പറയും. എഫ് ഇൻവേർട്ടിബിൾ ആണെന്ന് പറയും. സെന്റൻസ് ദ ഫംഗ്ഷൻ ജി. ഈ ജി എന്നുള്ള ഫംഗ്ഷൻ എന്ത് പറയും? ദ ഫംഗ്ഷൻ ജി ഈസ് കാൾഡ് ഇൻവേഴ്സ് ഓഫ് എഫ്. ഈസ് കാൾഡ് ദ ഇൻവേഴ്സ് ഓഫ് എഫ്. ജീനെ എഫിൻ്റെ ഇൻവേഴ്സ് ആണെന്ന് പറയും. ഇൻവേഴ്സ് ഓഫ് എഫ് ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ എഫ് ഇൻവേഴ്സ്. എഫ് റേസ് ടു മൈനസ് ഒന്നല്ല, എഫ് ഇൻവേഴ്സ്.
എഫ് ഇൻവേഴ്സ് എന്ന് പറയും. ജി എന്നുള്ള ഫംഗ്ഷനാണ് എഫ് ഇൻവേഴ്സ് എന്ന് പറയുക. ഇത്രയേ ഉള്ളൂ ഡെഫിനിഷൻ. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വിശദമായി ഞാൻ പറഞ്ഞു. അതിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ ഇത് പഠിച്ചാൽ മതി, മനസ്സിലായോ? ഈ ചിത്രം മനസ്സിൽ വെച്ച് ഇത് പഠിക്കണം. അപ്പോൾ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അതിനാണ് ഈ ചിത്രം നമ്മൾ റീറ്റെയിൻ ചെയ്ത് ഇനി നമുക്കത് മാറ്റി കളയാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇനി നമുക്ക് അടുത്ത പോയിന്റ് ഇത് ഡെഫിനിഷൻ പഠിച്ചു. ഇനി എന്താ ഇതിൻ്റെ പ്രത്യേകത നോക്കൂ. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് എന്താ? രണ്ടാമത്തെ പോയിന്റ് നോക്കൂ. ഇഫ് എഫ് ഈസ് ഇൻവേർട്ടിബിൾ, എഫ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ, ഈ നിബന്ധന പ്രകാരം എഫ് ഇൻവേർട്ടിബിൾ ആയി തെളിഞ്ഞു വിചാരിക്കുക. എഫ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ, if f is invertible, f must be 1 1 and on 2 അല്ലെങ്കിൽ ബൈജക്റ്റീവ്. 1 1 and on 2 എന്നുള്ള ബൈജക്റ്റീവ്. എഫ് 1 1 on 2 ആവണം, അല്ലെങ്കിൽ ബൈജക്റ്റീവ് ആവണം. അതായത് എഫ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അത് 1 1 on 2 ആകണം. എഫ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അത് ബൈജക്റ്റീവ് ആവണം എന്നർത്ഥം. അതേപോലെ തിരിച്ചും. ആൻഡ് ഇഫ് f is 1 1 and on 2, or if f is bijective, f bijective ആണെങ്കിലോ then f must be invertible, അത് f ഇൻവേർട്ടിബിൾ ആണ്. അപ്പോൾ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ 1 1 on 2 ആകണം, 1 1 on 2 ആണെങ്കിൽ ഇൻവേർട്ടിബിൾ ആണ്. അത് തിരിച്ചും പറയാൻ നടത്തും. കൺവേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ്, ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൺവേഴ്സ് ആണ്. രണ്ടെന്ന് എഴുതിയ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൺവേഴ്സ് ആണ് മൂന്നാന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്. കൺവേഴ്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത് ഞാനത് വേറെ എടുത്ത് എഴുതി മൊത്തം മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി. ഈ രണ്ട് കാര്യം ഓർക്കും. എന്താ ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കേണ്ട കാര്യം? നാലാമത്തെ പോയിന്റ്, ദ എബവ് മെൻഷൻ ഫാക്ട്സ്, മുകളിൽ പരാമർശിച്ച ഫാക്റ്റുകൾ ഏതൊക്കെ? 2 3, ദാറ്റ് ഈസ് 2 3. അതാണ് മുകളിൽ പരാമർശിച്ച ഫാക്ട്സ്. ദ എബവ് മെൻഷൻ ഫാക്ട്സ് ഹെൽപ്സ് ഫോർ പ്രൂവിങ് എ ഫംഗ്ഷൻ എഫ്. ഹെൽപ്സ് ഫോർ പ്രൂവിങ് എ ഫംഗ്ഷൻ എഫ്. ഒരു ഫംഗ്ഷൻ എഫിനെ പ്രൂവ് ചെയ്യാൻ പറ്റും. എന്ത് പ്രൂവ് ചെയ്യാൻ? ടു ബി ഇൻവേർട്ടിബിൾ. ഇൻവേർട്ടിബിൾ ആണെങ്കിൽ പ്രൂവ് ചെയ്യാൻ പറ്റും. ഇൻവേർട്ടിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും ഈ ഫാക്ട് ഉപയോഗിച്ചിട്ട്. ബൈ ഷോയിങ് ദാറ്റ് എഫ് ഈസ് 1 1 and എഫ് എന്നുള്ള ഫംഗ്ഷൻ 1 1 on 2 തെളിയിച്ചാൽ മതി എന്നർത്ഥം. ഫംഗ്ഷൻ ഇൻവേഴ്സ് കാണൽ വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇൻവേഴ്സ് കാണാനുള്ള ഒരു വർക്കിംഗ് റൂളൊക്കെ ഉണ്ട്. അത് നമ്മൾ അടുത്ത് ചർച്ച ചെയ്യും. അത് ചെയ്യാൻ വളരെ വിഷമമാണ്. വെച്ചാൽ എന്ത് പറഞ്ഞാൽ മതി, ആ എഫ് എന്നുള്ള ഫംഗ്ഷൻ 1 1 on 2 ആണെന്ന് തെളിയിച്ചാൽ മതി എന്നർത്ഥം. അപ്പം തന്നെ എന്തായി? അത് 1 1 on 2 ആണെങ്കിൽ അത് ഇൻവെർട്ടിബിൾ ആണെന്ന് അർത്ഥം. അപ്പോൾ അതാണ് ഈ നാലാമത്തെ പോയിന്റ് പറഞ്ഞത്, ദ എബവ് മെൻഷൻ ഫാക്ട്സ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ താഴെയുള്ള ഭാഗം മാറ്റി കളഞ്ഞു. ഈ കാര്യങ്ങളൊന്നുകൂടി വ്യക്തമാക്കാം. ഈ നാലാമത്തെ ഫാക്റ്റ് ഒന്നും കൂടെ വ്യക്തമാക്കി തരാം. ദ എബവ് മെൻഷൻ ഫാക്ട്സ്, ദാറ്റ് ഈസ് 2 and 3, ഹെൽപ്സ് ഫോർ പ്രൂവിങ് എ ഫംഗ്ഷൻ എഫ് ടു ബി ഇൻവെർട്ടിബിൾ. ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആണെന്ന് തെളിയിക്കാൻ ഇത് സഹായിക്കുന്നു. ഈ രണ്ട് ഫാക്റ്റുകൾ, ഈ 2 3 ഫാക്റ്റുകൾ. ബൈ ഷോയിങ് ദാറ്റ് എഫ് ഈസ് 1 1 and on 2. എഫ് 1 1 on 2 തെളിയിച്ചാൽ മതി എന്നർത്ഥം. അത് നമുക്ക് അറിയാം. ഇനി അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് റൂളാണ്. വർക്കിംഗ് റൂൾ. അപ്പോൾ വർക്കിംഗ് റൂൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആറാമത്തെ പോയിന്റ്, 1 2 3 4 അഞ്ചാമത്തെ പോയിന്റ്, 4 5 1 2 3 4 അഞ്ചാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ വർക്കിംഗ് റൂൾ. വർക്കിംഗ് റൂൾ എന്തിനുള്ള വർക്കിംഗ് റൂൾ? ഫോർ ഫൈൻഡിങ് ദ ഇൻവേഴ്സ്. ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള വർക്കിംഗ് റൂളാണ്. വർക്കിംഗ് റൂൾ ഫോർ ഫൈൻഡിങ് ദ ഇൻവേഴ്സ് ഓഫ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ബൈജക്റ്റീവ് ഫംഗ്ഷൻ, അതായത് 1 1 on 2 ആയ ഫംഗ്ഷന് മാത്രമേ എന്തുള്ളൂ? ഇൻവേഴ്സ് ഉള്ളൂ. നമ്മൾ അറിഞ്ഞു. അപ്പോൾ അതിൻ്റെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള വർക്കിംഗ് റൂള്. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ് എഫ് ഫ്രം എക്സ് ടു വൈ, എക്സ് എന്നുള്ള സെറ്റിൽ നിന്ന് വൈ എന്നുള്ള സെറ്റിലേക്കുള്ള എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടെന്നിരിക്കട്ടെ. ബി എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ, ഇതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷനും കൂടി ആയെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്തുള്ളൂ? ഇൻവേഴ്സ് ഉള്ളൂ. അത് ഓർക്കണം, ബൈജക്റ്റീവ് ഫംഗ്ഷന് മാത്രം. ഒന്നാമത്തെ, ടേക്ക് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എടുക്കുക.
ചിലപ്പോൾ ചില എന്തെങ്കിലും ഈക്വേഷൻസ് പറഞ്ഞിട്ടുണ്ടോ, അപ്പോൾ അത് കൊടുക്കണം. വൈയുടെ സ്ഥാനത്ത് എന്താ പറഞ്ഞാൽ അത് കൊടുക്കണം. എന്നിട്ടോ സോൾവ് ദ ഇക്വേഷൻ y ഈക്വൽ ടു എഫ് ഓഫ്. ഇത് സോൾവ് ചെയ്യുക. എന്തിന് സോൾവ് ചെയ്യണം? ആൻഡ് എക്സ്പ്രസ് ഇറ്റ് ആസ് എക്സ് ഈക്വൽ ടു ജി വൈ. y ഈക്വൽ ടു എഫ് എക്സ് എക്സ് കാണാമല്ലോ. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെച്ചാൽ അതിന് എക്സ് ഈക്വൽ ടു കാണാം. എക്സ് ഈക്വൽ ടു കാണുന്ന ഫംഗ്ഷനെ y ഈക്വൽ ടു ജി വൈ എന്ന് വിളിക്കാം. കാരണം അതെങ്കിലും എഫ് ഓഫ് എക്സ് ആവില്ലല്ലോ. അപ്പോൾ എക്സ് എന്തായി ജി ഓഫ് വൈ ആക്കുക. അതായത് എക്സിനെ വൈയുടെ ടേംസിൽ എഴുതാം. വൈയുടെ ടേംസിൽ എക്സിനെ കാണുക. അപ്പോൾ വൈ എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ ആക്കുക. രണ്ട് ഫംഗ്ഷൻ വന്നു. അപ്പോൾ എന്താക്കി? വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സിനെ എക്സ് ഈക്വൽ ടു ജി ഓഫ് ഐ ആയി മാറ്റി. എന്നിട്ടോ ഇത്ര മാറ്റിയാൽ മതി. ദെൻ റീപ്ലേസ് ചെയ്യുക. റീപ്ലേസ് ഒന്നിനെ മാറ്റി മറ്റത് പകരം വയ്ക്കുക. റീപ്ലേസ് എന്നാണ് അർത്ഥം. ഒന്ന് മാറ്റി എന്തിന്? എക്സിനെ മാറ്റുക. ഈ ഇക്വേഷനിലെ എക്സിനെ മാറ്റുക. എന്നിട്ട് ആ സ്ഥാനത്ത് എന്ത് വെക്കണം? എഫ് ഇൻവേഴ്സ് എക്സ് വെക്കണം. ഈ എക്സിൻ്റെ സ്ഥാനത്ത് എഫ് ഇൻവേഴ്സ് എക്സ് വെക്കണം. ആൻഡ് വൈയുടെ സ്ഥാനത്ത് എക്സും. വൈ ബൈ എക്സ്. ഈ വൈനെ മാറ്റി അവിടെ എക്സും കൊടുക്കുക. ഇത്രയേ ഉള്ളൂ റൂള്. വളരെ എളുപ്പമാണത്. അപ്പോൾ ഈ വർക്കിംഗ് റൂള് നന്നായി മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ കണക്കുകളും ചെയ്യാം. ഞാനൊരു പ്രോബ്ലം ഇവിടെ ചെയ്യാൻ ഫുള്ളായി സ്ഥലമില്ല. ഇത് മായ്ക്കുന്നില്ല. അപ്പോൾ ഇതിന് താഴെ ഞാൻ ചെയ്തു പോവുകയാണ്. അപ്പോൾ ഈ പ്രോബ്ലം കഴിയുന്നവരെ ഇത് ചെയ്തു പോവാം. അപ്പോൾ ഇത്രയും ഭാഗമുള്ള ഒരു സ്പേസ്, ഇത്രയും ഭാഗമുള്ള പ്രോബ്ലം ചെയ്യാൻ. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഠിച്ച കാര്യങ്ങളൊന്ന് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കണക്കാണ്. നോക്കാം. എക്സാമ്പിൾ. കൺസിഡർ എഫ് ഫ്രം ആർ ടു ആർ. എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ പരിഗണിക്കുക, കൺസിഡർ ചെയ്യുക. ആ ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ, റിയൽ നമ്പറിൻ്റെ സിസ്റ്റത്തിൽ നിന്ന് റിയൽ നമ്പറിൻ്റെ സിസ്റ്റത്തിലേക്കുള്ളതാണ് ആ ഫംഗ്ഷൻ. ഗിവൺ ബൈ എങ്ങനെയാണ് തന്നിരിക്കുന്നത്? ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x + 3. ഇതാണ് മെയിനായിട്ടുള്ള സെൻറ്റൻസ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x + ഇതാണ് ഏതൊരു ഫംഗ്ഷൻ്റെയും മെയിനായിട്ടുള്ള കണ്ടീഷൻ. അതാണ് എഫ് ഓഫ് എക്സ് എന്താവണം? 4x, അതായത് എക്സിൻ്റെ കൂടെ എക്സിനെ 4 കൊണ്ട് ഗുണിച്ചിട്ട് അതിൻ്റെ കൂടെ 3 കിട്ടുന്നതാണ് എഫ് ഓഫ് എക്സ് എന്ന് അർത്ഥം. അത് വന്നു. ഇനി എന്താ തെളിയിക്കേണ്ടത്? ഷോ ദാറ്റ് എഫ് ഈസ് ഇൻവേർട്ടിബിൾ. എഫ് ഇൻവേർട്ടിബിൾ ആണെന്ന് തെളിയിക്കണം. അത് കഴിഞ്ഞു ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എഫ്. ഇൻവേഴ്സും കാണും, എഫിൻ്റെ ഇൻവേഴ്സും കാണും. അപ്പോൾ എന്തൊക്കെ തെളിയിക്കണം? എഫ് ഇതാണ്, എഫ് ഓഫ് എക്സ് ഇതാണ് ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷൻ ഏത് സെറ്റിൽ നിന്ന് ഏത് സെറ്റിലേക്കുള്ളതാണ്? ഫംഗ്ഷൻ ആർ എന്നുള്ള സെറ്റിൽ നിന്ന് ആർ എന്നുള്ള സെറ്റിലേക്കാണ്. റിയൽ നമ്പർ സെറ്റിൽ നിന്ന് റിയൽ നമ്പർ സെറ്റിലേക്കുള്ളതാണ്. പിന്നെന്ത് വേണം? ഇൻവേർട്ടിബിൾ ആണെന്ന് തെളിയിക്കണം. പിന്നെ ഇൻവേഴ്സും തെളിയിക്കണം. അപ്പോൾ ഇൻവേർട്ടിബിൾ ആണെന്ന് തെളിയിക്കാൻ ഇത് നോക്കിയാൽ നമുക്കറിയോ ഇൻവേർട്ടിബിൾ ഇതാ ഈ നാലാമത് പറഞ്ഞ കാര്യമാണ്. അത് ഉപയോഗിച്ച് നമുക്ക് ഇൻവേർട്ടിബിൾ ആണെന്ന് തെളിയിക്കും. നോക്കൂ. ദ എബവ് മെൻഷൻ ഫാക്ട്സ്, ഈ രണ്ട് ഫാക്ട്സും helps for proving a function f to be invertible by showing that f is 1 1 and on 2. f 1 1 ഉം on 2 എന്ന് തെളിയിച്ചാൽ മതി. 1 1 ഉം on 2 ആണെങ്കിൽ അത് ഇൻവേർട്ടിബിൾ ആണെന്നാണ് പറഞ്ഞിട്ട്. if f is 1 1 and on 2 then f is invertible ആണ് തെളിഞ്ഞു. അപ്പോൾ 1 1 ഉം on 2 ആണ് തെളിയിച്ചാൽ മതി. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് 1 1 ഉം on 2 ആണ് തെളിയിക്കാറ്. എന്തായാലും മെത്തേഡ്. അപ്പോൾ ആ മെത്തേഡിൽ നമുക്ക് തെളിയിക്കാം. 1 1 on 2 തെളിയിച്ചാൽ എന്ത് പറയാം? അത് ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാം. പിന്നെ എന്ത് വേണം? ഇൻവേഴ്സ് കാണും. എഫിൻ്റെ ഇൻവേഴ്സ് അത് ഈ മെത്തേഡ് ഉപയോഗിച്ച് കാണാം. ഈ അഞ്ചാമത്തെ വർക്കിംഗ് റൂൾ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടും കാണാം. അപ്പം നമ്മൾ ഈ കണക്ക് ചെയ്യാണ്. അപ്പോൾ കണക്കോടെ എഴുതി, സൊല്യൂഷൻ എഴുതി, എന്നിട്ട് ആ പ്രധാന വിവരങ്ങളൊക്കെ എഴുതി. ഒരു ഫംഗ്ഷനെ കുറിച്ച് ഒരു കണക്ക് ചോദിക്കുമ്പോൾ ഏത് സെറ്റിൽ നിന്ന് ഏത് സെറ്റിക്കാന്ന് അറിയണം. ഫംഗ്ഷൻ്റെ പേരെന്താണെന്ന് അറിയണം. പിന്നെ അടുത്തത് ഈ ഫംഗ്ഷൻ്റെ മെയിനായിട്ടുള്ള ഏത് കണ്ടീഷനാണുള്ളതെന്ന് അറിയണം. എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ വൈ എന്നൊക്കെ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ വൈ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയണം. ഇത്രയും കാര്യങ്ങൾ അറിയണം. അപ്പോൾ ഡൊമെയിൻ എന്താണെന്ന് മനസ്സിലാവും. ഈ ആദ്യത്തേതുള്ളതാണ് ഡൊമെയിൻ, രണ്ടാമത്തുള്ളത് കോഡൊമെയിൻ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ അതൊക്കെ എഴുതണം. അപ്പോൾ ആദ്യം അതൊക്കെ എഴുതി. എഫ് എന്ന് പറഞ്ഞാൽ ആറിൽ നിന്ന് ആറിലേക്കാണ്. കാരണം കണക്ക് തന്നിട്ടുണ്ട് എഫ് ഫ്രം ആർ ടു ആർ ആണ്. ആദ്യത്തേത് കഴിഞ്ഞു. പിന്നെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിനായിട്ടുള്ള ആ ഇത് എഴുതണം, ആ വാക്യം.
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x പ്ലസ് 3 അതും എഴുതി. ഈ 4x പ്ലസ് 3 എവിടുന്നാ വന്നത്? എഫ് ഓഫ് എക്സ് എവിടുന്നാണുള്ളത്? കോഡൊമെയിനിലാവില്ല എഫ് ഓഫ് എക്സ്. എക്സ് ഈ ഇതിലും എഫ് ഓഫ് എക്സ് ഇതിലും ആയിരിക്കും. എക്സ് ഇവിടെയും എഫ് ഓഫ് എക്സ് ഇവിടെ ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് എക്സ് ആറിൻ്റെയാണ്. ആറെന്ന് പറഞ്ഞാൽ കോഡൊമെയിൻ, അത് പ്രത്യേകം പറഞ്ഞാൽ ആറിന് മാത്രം പറഞ്ഞാൽ പോരാ, കാരണം ഈ ആറോ ഈ ആറോ. അപ്പോൾ കോഡൊമെയിൻ ആണെന്ന് പ്രത്യേകം അതാണ് കോമൺ ഇട്ട് ദ ഡൊമെയിൻ കോഡൊമെയിൻ എന്ന് പറയാം. ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഉള്ളത് ആറ്, എഫ് ഓഫ് എക്സ് അടങ്ങിയിരിക്കുന്നത് ഏതിലായിരിക്കും? ആറ് എന്നുള്ള സെറ്റിലായിരിക്കും. അപ്പോൾ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ആറിന് എഴുതാം, കോഡൊമെയിൻ എന്ന് എഴുതാം. പിന്നെന്ത് വേണം? പിന്നെന്താ നിയമം? അതായത് ഒരു ഫംഗ്ഷൻ 1 ആണെന്ന് തെളിയിക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ആർബിട്രറി എലിമെൻസിനെ എടുക്കുക. ഏതെങ്കിലും രണ്ട് ആർബിട്രറി എലിമെൻറ്റ്സ് x1നെ x2നെ എടുക്കുക. ലെറ്റ് x1 ആൻഡ് x2 ബിലോങ്സ് ടു ആർ. എവിടുന്ന് എടുക്കണം? എക്സിനെ എവിടുന്ന് എടുക്കുക? ഡൊമെയിൻ എടുക്കണം. എക്സ് എപ്പോഴും ഡൊമെയിനാണ്. അപ്പോൾ x1 x2 എവിടുന്ന് എടുക്കണം? ഡൊമെയിൻ ഈ ആറിന് എടുക്കണം. ഏത്? ഈ ആറിന് എടുക്കണം. അപ്പോൾ ലെറ്റ് x1 x2 ബിലോങ്സ് ടു ആർ അങ്ങനെ എടുത്തു, ബിലോങ്സ് ടു ആർ കോമ ദ ഡൊമെയിൻ, ഡൊമെയിൻ അടുത്ത് ഇനി എന്ത് ചെയ്യണം? എഫ് ഓഫ് x1ഉം എഫ് ഓഫ് x2 ഉണ്ടെന്ന് വിചാരിക്കുക. ലെറ്റും ചേർക്കാൻ വേണമെങ്കിൽ ഇത് ചേർത്തതിൽ കുഴപ്പമൊന്നുമില്ല. ലെറ്റ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. എഫ് ഓഫ് x1ഉം എഫ് ഓഫ് x ഉം ഈക്വൽ ആണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് തെളിയിക്കണം? x1 x2 ഈക്വൽ ആണെന്ന് തെളിയിക്കണം. അങ്ങനെയാണെങ്കിൽ അത് 1 ആണ്. നമ്മൾ പല കണക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ മാർഗം ഉപയോഗിച്ച് നമുക്ക് 1 ആണ് ധരിക്കുക. നമുക്ക് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് ധരിച്ചു, സങ്കല്പിച്ചു, ലെറ്റ് ചേർത്തു. ഇംപ്ലൈസ് ഇത് എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് എഫ് ഓഫ് x1? എഫ് ഓഫ് x എന്ന് പറഞ്ഞാൽ 4x പ്ലസ് 3 ആണ്. അപ്പോൾ എഫ് ഓഫ് x1 എന്തായിരിക്കും? 4x1 പ്ലസ് 3, 4x1 പ്ലസ് 3 ഈക്വൽ ടു എഫ് ഓഫ് x2 4x2 പ്ലസ് 3. ആ എക്സ് മാറിയിട്ട് x2 വർക്ക് കയറിയിട്ടും. ഇപ്പോൾ 4x1 പ്ലസ് 3 ഈക്വൽ ടു 4x2 പ്ലസ് 3 ആയി. ഇതിൻ്റെ ഈക്വലൻ്റ് ആണ് ഈ സ്റ്റേറ്റ്മെൻ്റ് എന്ന് അർത്ഥം. കാരണം എഫ് ഓഫ് x എന്ന് പറഞ്ഞാൽ ഇതാണ്, എഫ് ഓഫ് x2 എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഈക്വൽ ടു എന്നാണ് ഇതിൻ്റെ ഈക്വൽ ടു ആയി. ഇനി എന്ത് ഈ 2 3 ക്യാൻസൽ ചെയ്യുക, രണ്ട് ഭാഗത്ത് 3 കൂട്ടി അത് കുറയ്ക്കാം. അപ്പോൾ 4x1 ഇംപ്ലൈസ് 4x1 ഈക്വൽ ടു 4x2 വന്നു. അത് ഇംപ്ലൈസ് എന്ത് ചെയ്തു? ഈ 4 കട്ട് ചെയ്തു. x1 ഈക്വൽ ടു x2. അപ്പോൾ ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയി x1 ഈക്വൽ ടു x2 തെളിഞ്ഞു. അപ്പോൾ നമുക്ക് എഴുതാം therefore f is 1. ഇനി ഓൺ ടു ആണ് തെളിയിക്കണം. അത് നമുക്ക് തെളിയിക്കാം. അപ്പോൾ ഞാൻ ഈ ഭാഗം ഒന്ന് മായ്ക്കട്ടെ, ഇനി അത് തുടർന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ 1 ആണ് തെളിയിച്ചു കേട്ടോ. ഇനി എന്താ? ഓൺ ടു കൂടി ഞാൻ തെളിയിച്ചു കഴിഞ്ഞാൽ അത് ബൈജക്റ്റീവ് ആകും. 1 and ഓൺ ടു ബൈജക്റ്റീവ്. ബൈജക്റ്റീവ് ആണെങ്കിൽ അതെന്തായിരിക്കും? ഇൻവേർട്ടിബിൾ ആണ് തെളിയിക്കാം. അപ്പോൾ ഇനി 1 ആണ് തെളിയിക്കണം. അപ്പോൾ പ്രോബ്ലം ഇവിടെയാണ്. ഇതിൻ്റെ മുകളിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്, ഞാൻ മാറ്റി കളഞ്ഞിട്ടില്ല. ഇത് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രോബ്ലത്തിൽ നമ്മൾ എന്ത് തെളിയിച്ചു? 1 ആണെന്ന് തെളിയിച്ചു. ഇനി ഓൺ ടു കൂടി ആണെന്ന് തെളിയിക്കണം. കാരണം എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻവേർട്ടിബിൾ ആണ് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എഫ് ഈസ് ഇൻവേർട്ടിബിൾ. ഷോ ദാറ്റ് എഫ് ഈസ് ഇൻവേർട്ടിബിൾ ആണ്. എഫ് ഇൻവേർട്ടിബിൾ ആണെന്ന് വെച്ചാൽ എന്ത് വേണം? 1 ആകണം, എഫ് ഓൺ ടൂവും ആകണം. 1 ആണെന്ന് തെളിയിച്ചു നമ്മൾ. ഈ തുടർച്ചയായി ചെയ്യല്ല, അപ്പം തുടർച്ചയായി ചെയ്യാനാണ്. പക്ഷേ ഇവിടുന്ന് ചെയ്ത് വരേണ്ടതാണ്. പക്ഷേ കുറച്ച് സ്ഥലമേ ഉള്ളൂ. ഈ ഇത് കാണണം എന്നുള്ളതുകൊണ്ട് ഞാൻ മാച്ചു കളഞ്ഞു. ഈ ഭാഗം മാച്ചു കളഞ്ഞു. പ്രോബ്ലം അവിടെ ഉണ്ട്, ബാക്കി ഭാഗം മാച്ചു. ആ 1 2 തെളിയിച്ച മാച്ചു. ഇനി അല്ലെ 1 തെളിയിച്ചത് മാച്ചു. ഇനി ഓൺ ടു ആണ് തെളിയിക്കുന്നത്. ഓൺ ടു ആണെന്ന് തെളിയിക്കുക. ഓൺ ടു ആണ് തെളിയിക്കുക. എങ്ങനെ? അതിൻ്റെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ചെയ്തിട്ടുണ്ട്, 2-3 കണക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതായത് കോഡൊമെയിന്ന് y എന്നുള്ളൊരു സാധനത്തിനെ എടുക്കും. കോഡൊമെയിന്ന് എടുത്തു കഴിഞ്ഞിട്ട് അതിനനുസരിച്ചൊരു എക്സ് ഉണ്ടെന്ന് തെളിയിക്കും. അതാണ് പരിപാടി. കോഡൊമെയിനിൽ ഒരു y എടുക്കുക, എന്നിട്ട് അതിനനുസരിച്ച് എക്സ് ഉണ്ട് തെളിയിക്കുക. അതാണ് പരിപാടി. അത് ചെയ്ത് നോക്കാം നമുക്ക്. ഓൺ ടു ലെറ്റ് y ബിലോങ്സ് ടു റേഞ്ച് ഓഫ് എഫ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ കോഡൊമെയിനാണ്. കോഡൊമെയിനിലാണ് റേഞ്ച് വരിക. അതായത് ഈ സെറ്റിലാണ് റേഞ്ച് വരിക. ഈ സെറ്റ് ഡൊമെയിനാണ്. ഇതിലേതാ വരിക? ഇതിൽ വരുന്നത് ഡൊമെയിൻ ഇവിടെ വരിക, റേഞ്ച് ഇവിടെ വരിക. അപ്പോൾ റേഞ്ചിലാണ് കോഡൊമെയിൻ വരിക. ഇത് തന്നെയാണ് കോഡൊമെയിനും വരിക. അപ്പോൾ റേഞ്ച് എന്ന് പറയാൻ കോഡൊമെയിൻ എന്ന് പറയാം. y ബിലോങ്സ് ടു റേഞ്ച് ഓഫ് എഫ് ആണെന്ന് ഇരിക്കട്ടെ. ലെറ്റ് y ബിലോങ്സ് ടു റേഞ്ച് ഓഫ് എഫ്. ഈ സെറ്റിൽ ഒരു അംഗമാണെന്ന് ഇരിക്കട്ടെ y. സച്ച് ദാറ്റ് y
ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെന്നും ഇരിക്കട്ടെ. ഇഫ് ദാറ്റ് ഇംപ്ലൈസ് വൈ ഇസ് ഈക്വൽ ടു 4x പ്ലസ് 3, കാരണം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 4x പ്ലസ് 3 ആണ്. അത് കണക്ക് തന്നിട്ടുണ്ട്. കൺസിഡർ എഫ് ഫ്രം ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x പ്ലസ് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ y ഈക്വൽ ടു 4x പ്ലസ് 3 ഇംപ്ലൈ ചെയ്തു. അതിനർത്ഥം y ഈക്വൽ ടു ഈ 3നെ കൊണ്ടുവന്നു, ഈ ഈക്വേഷനിൽ പ്ലസ് 2നെ ഈ ഈക്വേഷനിൽ പുറത്തേക്ക് -3 ആവും. അപ്പോൾ അതുകൊണ്ട് വന്നു y മൈനസ് 3 ഈക്വൽ ടു 4x കിട്ടി. മനസ്സിലാകുന്നതും ആൾജിബ്രയാണ്. y മൈനസ് 3 ഈക്വൽ ടു 4x ഇംപ്ലൈസ് ഈ 4നെ ഇൻറ്റു 4 കൊണ്ട് വരുമ്പോൾ ബൈ 4 ആവും. അപ്പോൾ ആ 4 കൊണ്ട് വന്നു. അപ്പോൾ y മൈനസ് 3 ബൈ 4 ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി. വെറും ആൾജിബ്ര, ഒരു ഈക്വേഷൻ സോൾവ് ചെയ്യുന്ന ടെക്നിക്ക് മാത്രം. അപ്പോൾ അത് തിരിച്ചിട്ടു, ഈ ഈക്വേഷൻ തിരിച്ചിട്ടു. എക്സ് ഈക്വൽ ടു y മൈനസ് 3 ബൈ 4 എവിടെ എഴുതിയിട്ട് എക്സ് ഈക്വൽ ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു y മൈനസ് 4 ബൈ 4, y മൈനസ് 3 ബൈ 4. ഈ എക്സ് എന്ന് പറഞ്ഞ ഈ സംഖ്യ അത് y മൈനസ് 3 ബൈ 4 എന്ന് പറഞ്ഞ സാധനം എവിടെ ഉണ്ടോ എന്ന് നോക്കണം, ഡൊമൈനിൽ ഉണ്ടോ എന്ന് നോക്കണം, ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവുമോ എന്ന് നോക്കണം. ഡൊമൈനിൽ നമ്മൾ പഠിച്ച ഏതാണ്ട് എല്ലാ സംഖ്യകളും വരും ഡൊമൈൻ, കാരണം 6 ഡൊമൈൻ, 6 ഡൊമൈൻ. എക്സ് ഡൊമൈനിലാണ് നോക്കുക, y ആണ് കോഡൊമൈൻ എടുത്തത്. y കോഡൊമൈൻ എടുത്തിട്ട് നമ്മൾ പരിശോധിച്ചത് എക്സ് ഇത് കിട്ടി, y മൈനസ് 3 ബൈ 4 കിട്ടി. ഈ y മൈനസ് 3 ബൈ 4 എന്ന് പറഞ്ഞ സംഖ്യ ഡൊമൈനിലുണ്ടോ നോക്കണം, എക്സ് ഡൊമൈനിലാണ് നോക്കേണ്ടത്. എക്സും എന്താണ് വൈയും എവിടെയാണ്, എക്സും വൈയും ഇത് തന്നെയാണ്, 6ന്റെ രണ്ടിൻ്റെയും. അപ്പോൾ ഡൊമൈനും 6ആണ്, കോഡൊമൈൻ 6ആണ്. ഇത് നമ്മൾ ഏതിനാണ് നോക്കുന്നത്, ഡൊമൈൻ ആയിട്ടുള്ള 6 ഉണ്ടോ നോക്കാം. വൈ എന്താ എടുത്തത്, വൈ എടുക്കുന്നതിനനുസരിച്ചാണല്ലോ എക്സ് കിട്ടും. വൈ ഏതെങ്കിലും ഒരു റിയൽ നമ്പർ എടുത്തു, വൈ എവിടെ നിന്ന് എടുത്തു, കോഡൊമൈൻ, അതും 6ആണല്ലോ. ഏതെങ്കിലും ഒരു റിയൽ നമ്പർ എടുത്തു, എന്നിട്ട് ആ റിയൽ നമ്പറിൽ നിന്ന് 3 കുറച്ചു. ഏത് റിയൽ നമ്പർ എടുത്താലും 3 കുറയ്ക്കാൻ കഴിയുമല്ലോ, കഴിയും. അതിനെ 4 കൊണ്ട് ഹരിച്ചാലോ, അതിനും കഴിയും. വൈ ഇന്നലെ ഏതെങ്കിലും നമ്പർ എടുത്തു, അതിനെ 3 കുറച്ചു, അതിനെ 4 കൊണ്ട് ഹരിക്കാനും പറ്റും. അപ്പോൾ ഹരിച്ച് കിട്ടുന്നത് എന്തായിരിക്കും, റിയൽ നമ്പർ തന്നെ ആയിരിക്കും. അതായത് ദാറ്റ് ബിലോങ്സ് ടു ആർ. ഇത് ആറിലുണ്ട്. ഏതാണ് ആറ്, ദ ഡൊമൈൻ. അപ്പോൾ എക്സ് എന്ന് പറയുന്ന സാധനം ഡൊമൈനിൽ ഉണ്ട് എന്ന് മാത്രമേ കണക്ക് ഏറെക്കുറെ കഴിഞ്ഞു എന്നാണ് അർത്ഥം. കാരണം ഉണ്ട് തെളിയിച്ചല്ലോ നമ്മൾ. ഇനി അതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു റിസൾട്ടായിട്ട് 1 എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചു വരാം. ഇനി ഈ എക്സിനെ എന്ത് ചെയ്തു, കറസ്പോണ്ടിങ് ടു എവരി വൈ ബിലോങ്സ് ടു ആർ. ഒരു വൈ എന്നുള്ള അംഗം ഇവിടുന്ന് എടുത്തു എന്ന് ചോദിച്ചാൽ എവിടുന്ന്, ആറിന്ന് കോഡൊമൈൻ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ടു എവരി വൈ ബിലോങ്സ് ടു ആർ. ഓരോ വൈ ആറിലുള്ള ഓരോ വൈനെ എടുക്കുമ്പോഴും ദർ എക്സിസ്റ്റ് നിലനിൽക്കുന്നു. എന്ത് നിലനിൽക്കുന്നു, എ റിയൽ നമ്പർ y മൈനസ് 3. ഒരു y മൈനസ് 3 എന്ന റിയൽ നമ്പർ നിലനിൽക്കുന്നുണ്ട്. എവിടെ, ഒരു റിയൽ നമ്പർ ഉണ്ട്, എവിടെ ഉണ്ട്, സച്ച് ദാറ്റ് ഈ പറയുന്ന രീതിയിൽ, എന്ത് പറയുന്ന രീതി, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. ആ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു, y മൈനസ് 3 ബൈ 4. കാരണം എക്സ് ഈക്വൽ ടു എന്തായാലും എക്സ് ഈക്വൽ ടു y മൈനസ് 3 ബൈ 4 കിട്ടിയാൽ നമുക്ക് അതാ എക്സ് എഫിന്റെ സ്ഥാനത്ത് കൊടുക്കും. y ഓഫ് എക്സ് എന്നുള്ള സ്ഥാനത്ത്, എക്സിന്റെ സ്ഥാനത്ത് y മൈനസ് 3 ബൈ 4 കിട്ടും. അപ്പോൾ എഫ് ഓഫ് y മൈനസ് 3 ബൈ 4 ഈക്വൽ ടു y. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു y എന്ന് പറയുമ്പോൾ ഇങ്ങനെ കിട്ടി. അത് കിട്ടി, അതിൻ്റെ പ്രശ്നം. അങ്ങനെ സാധ്യമാണ്, അങ്ങനെ എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെ എഫ് ഈസ് ഓൺ ടു. അതുകൊണ്ട് എഫ് ഓൺ ടു ആണ്. ഇവിടെ വരെ ചെയ്താലും ഏറെക്കുറെ സംഗതി ശരിയായിരിക്കും. ഈ 1 റിസൾട്ട് എഴുതി വെച്ച് ഇതാണ് പ്രധാനമായ റിസൾട്ട്. ഇതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിപ്പോൾ നമുക്ക് ഇത് നിർത്താനും അങ്ങോട്ട് കൊടുത്താലും തന്നെ കിട്ടും, അതൊന്നും പ്രശ്നമില്ല. ഇത് വെറുതെ ഒന്ന് കാണിച്ചു മാത്രം. എഫ് ഈസ് 1 1. ഇനി എന്താ തെളിയിക്കേണ്ടത്, ഇൻവെർട്ടിബിൾ ആണ് തെളിയിക്കണം. ഇപ്പം നമ്മൾ എന്ത് തെളിയിച്ചു, 1 1 എന്ന് ആദ്യം തെളിയിച്ചിരുന്നു. ഇപ്പം എന്താ തെളിയിച്ച്, ഓൺ ടു ആണ് തെളിയിച്ചു. ഇപ്പം തെളിയിച്ചത് എഫ് ഈസ് ഓൺ ടു എന്നാണ്. 1 1 ആണ് നേരത്തെ തെളിയിച്ചു. ഇപ്പോൾ ഓൺ ടു ആണ് തെളിയിച്ചു. രണ്ടും കൂടി ആണെങ്കിൽ ബൈജക്റ്റീവ് ആണല്ലോ. 1 1 ആൻഡ് ഓൺ ടു എന്ന് പറഞ്ഞാൽ ബൈജക്റ്റീവ് അല്ലേ. അതിനെ ബൈജക്ഷൻ എന്ന് വിളിക്കാം. ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ബൈജക്ഷൻ എന്ന് വിളിക്കാം. അത് എഴുതി, സിൻസ് എഫ് ഈസ് 1 1 ആൻഡ് ഓൺ ടു, എഫ് 1 1 ഉം ഓൺ ടു ആയതിനാൽ ഇറ്റ് ഈസ് എ ബൈജക്ഷൻ, ഇറ്റ്സ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ആൻഡ് അതുകൊണ്ട് എഫ് ഓഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ്, എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ്, എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ്. അതിൻ്റെ എഫ് ഇൻവേഴ്സ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എഫ് ഇൻവേഴ്സ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ എന്താണ്, എഫ് ഈസ് ഇൻവെർട്ടിബിൾ, എഫ് ഈസ് ഇൻവെർട്ടിബിൾ.
തെളിഞ്ഞു. അപ്പോൾ എന്താ തെളിയിക്കേണ്ടത്? എഫ് ഈസ് ഇൻവെർട്ടിബിൾ ആണ് തെളിയിക്കേണ്ടത്. ആദ്യത്തെ ചോദ്യം അതാണ്. ഷോ ദാറ്റ് എഫ് ഈസ് ഇൻവെർട്ടിബിൾ. എഫ് ഇൻവെർട്ടിബിൾ ആണ് തെളിഞ്ഞു. ഇനി എന്താ തെളിയിക്കേണ്ടത്? ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് എഫ്. ഇൻവേഴ്സ് ഓഫ് എഫ് കണ്ടെത്തണം. ഇൻവേഴ്സ് എഫ് കാണുന്ന ഏത് നിയമം ഉപയോഗിച്ചിട്ടാണ്? ഇപ്പോൾ ഇവിടെ ഇൻവേർട്ടിബിൾ ആണ് തെളിയിച്ചത് എങ്ങനെയാണ്? 1 1 ഓൺ 2 ആണ് തെളിഞ്ഞു. അപ്പോൾ ബൈജക്ഷൻ ആണ് തെളിഞ്ഞു. അപ്പോൾ എഫ് ഇൻവേഴ്സ് നിലനിൽക്കുന്നു. അപ്പോൾ ഇൻവേർട്ടിബിൾ ആണ് തെളിയിച്ചു. അതാണ് അതിൻ്റെ രീതി. ഇനി ഇൻവേഴ്സ് കണ്ടെത്തുക. ഒരു ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ ആ ഇൻവേഴ്സ് കണ്ടെത്താൻ എന്താ മാർഗം? അതിന് ഈ വഴി ഉപയോഗിക്കണം. വർക്കിംഗ് റൂളിൽ 3 സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് കണ്ടെത്തേണ്ടത്? ഇത് ഇൻവേഴ്സ് കാണണം വെച്ചാൽ എഫിൻ്റെ ഇൻവേഴ്സ് കാണണം വെച്ചാൽ ഓക്കെ, നമുക്ക് ഇൻവേഴ്സ് കണ്ടെത്താം. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷന് ഇൻവേഴ്സ് ഉണ്ടോ എന്ന് പരിശോധിക്കാം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എഫ്. ഇൻവേഴ്സ് കണ്ടെത്താൻ ശ്രമിക്കാം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എഫ്. ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടെത്താം നമുക്ക്. അപ്പോൾ അത് ടു ഫൈൻഡ് ദ ഇൻവേഴ്സ് നമ്മൾ എഴുതി. ടു ഫൈൻഡ് എഫ് ഇൻവേഴ്സ്. ഇതാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനെന്താ മെത്തേഡ്? അതിന് ഈ നിയമങ്ങൾ ഉപയോഗിക്കണം. വർക്കിംഗ് റൂൾ ഫോർ ഫൈൻഡിങ് ദ ഇൻവേഴ്സ് ഓഫ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ആ വർക്കിംഗ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. വർക്കിംഗ് റൂൾ എന്താ? ലെറ്റ് എഫ് ഫ്രം എക്സ് ടു വൈ ബി എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. മുമ്പ് ഓൺ 2 ആണെന്നും 1 1 ആണെന്നും തെളിയിച്ചതോടെ ബൈജക്റ്റീവ് ആണെന്ന് തെളിയിച്ചു. അപ്പോൾ എക്സിൽ നിന്ന് വൈയിലേക്കുള്ള എഫ് എന്നുള്ള ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെന്നിരിക്കട്ടെ. ഇവിടെ എഫ് എക്സിൽ നിന്ന് വൈയിലേക്കല്ല, ആറിൽ നിന്ന്. എഫ് ഫ്രം ആർ ടു ആർ, അതാണ് ഫംഗ്ഷൻ. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ആറുണ്ട്, വൈയുടെ സ്ഥാനത്ത് ആറുണ്ട്, റിയൽ നമ്പർ ഉണ്ട്. ഫംഗ്ഷൻ്റെ പേര് എഫ് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇവിടുത്തെ ഫംഗ്ഷൻ പോലെ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇനി അടുത്തത് ടേക്ക് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എടുക്കണം. വൈ ഈക്വൽ ടു എന്താ ഇവിടെ? നമ്മളിതിൽ വായിച്ചറിയാം എന്താ വൈ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണല്ലോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x + 3. മനസ്സിലായോ? 4x + 3 ആണ്. അപ്പം അതെടുത്തു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇംപ്ലൈസ്. വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇംപ്ലൈസ്. എന്ത് ഇംപ്ലൈ ചെയ്യുന്നു? വൈ ഈക്വൽ ടു 4x + 3. വൈ ഈക്വൽ ടു 4x + 3 ആണല്ലോ. ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൈ ആണല്ലോ. വൈ ഈക്വൽ ടു 4x + 3 തെളിഞ്ഞു. എന്നിട്ട് ഇംപ്ലൈസ്, അത് ഇംപ്ലൈ ചെയ്യുന്നു എന്ത്? ഇനി എന്ത് ചെയ്യണം? അപ്പോൾ അങ്ങനെ കണ്ടു. എഫ് ഈക്വൽ ടു സോൾവ് ദി ഇക്വേഷൻ വൈ ഈക്വൽ ടു എഫ് എക്സ്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുക. വൈ ഈക്വൽ ടു എഫ് എക്സിനെ സോൾവ് ചെയ്യുക ഈ ഇക്വേഷനെ. എന്തിന്? ആൻഡ് എക്സ്പ്രസ് ഇറ്റ് ആസ് എക്സ് ഈക്വൽ ടു ജി എഫ് വൈ. എന്ത് ചെയ്യണം? എക്സ് ഈക്വൽ ടു ആക്കി മാറ്റണം. എന്നിട്ടൊരു ഫംഗ്ഷൻ കിട്ടും. അതിന് ജി ഓഫ് വൈ എന്ന് വിളിക്കാം. അത് നോക്കൂ. ഇതാ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് + 3. ഇതൊന്ന് എക്സ് കാണണം. അപ്പോൾ ഈ +3 ഇങ്ങോട്ട് വരുമ്പോൾ y - 3 -3 ആവും. അപ്പോൾ y - 3 വരും. y - 3 ഈക്വൽ ടു 4x വരും. y - 3 ഈക്വൽ ടു 4x. ഇനി എക്സിനെ അവിടെ വലതുവശത്ത് നിർത്താം, 4 കൊണ്ടുവരാം. അങ്ങനെ എക്സ് മാത്രമാവുന്ന വരെ ആ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുക എന്നർത്ഥം. ഇതാണ് കൊണ്ടുവരാം. അപ്പം എന്ത് വരും? y - 3/4 വരും. ഇൻറ്റു 4 ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ /4 ആവും. അപ്പോൾ y - 3/4 ഈക്വൽ ടു എക്സ് വരും. മനസ്സിലായോ? ഇംപ്ലൈസ് അതെന്ത് ചെയ്യും? അത് തിരിച്ചിടുമ്പോൾ ഇത് ഈ ഇക്വേഷൻ തിരിച്ചിടാം. അതായത് എക്സ് ഈക്വൽ ടു y - 3/4 കിട്ടി. എക്സ് ഈക്വൽ ടു y - 3/4 കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് സോൾവ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് അതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ദെൻ റീപ്ലേസ്, സ്ഥാനം മാറ്റുക. ഒരാളെ അവിടെ വെച്ചിട്ട് മറ്റൊരാളെ എടുക്കുന്നതിനാണ് അവർ റീപ്ലേസ് ചെയ്യാന്ന് പറയാം. റീപ്ലേസ് എക്സ് ബൈ എഫ് ഇൻവേഴ്സ് എക്സ്. ഈ ഇക്വേഷനിൽ എക്സിൻ്റെ സ്ഥാനം എന്തിനു കൊടുക്കണം? എക്സ് ബൈ എഫ് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനം എഫ് ഇൻവേഴ്സ് എക്സ് കൊടുക്കുമ്പോൾ എഫ് ഇൻവേഴ്സ് എക്സ് ആവും. എന്നിട്ടോ വൈ ബൈ എക്സ്, വൈയുടെ സ്ഥാനം എക്സിന് കൊടുക്കണം. റീപ്ലേസ് വൈ ബൈ എക്സ്, റീപ്ലേസ് വൈ ബൈ എക്സ്, റീപ്ലേസ് എക്സ് ബൈ വൈ ഇൻവേഴ്സ് എക്സ്. അത് നമ്മൾ ചെയ്തു. റീപ്ലേസ് വൈ ബൈ എക്സ്.
വൈനെ എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഈ വൈയുടെ സ്ഥാനത്ത് എക്സ് എഴുതാന്ന് അർത്ഥം. എക്സ് എഴുതി. അപ്പോൾ എഫ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 3/4. ദാറ്റ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x + 3. അത് തെളിയും. അപ്പോൾ അതാണ് ഇൻവേഴ്സ് കാണാനുള്ള ടെക്നിക്ക്. അപ്പോൾ നമ്മൾ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ എന്നുള്ളത് ഏതാനും പ്രോബ്ലംസിൻ്റെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ആക്കാം. ഇതൊരു ഒരു 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 യൂണിറ്റായി നിൽക്കും. അപ്പോൾ തൽക്കാലം ഇന്നത്തെ സെഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം.